ചലച്ചിത്ര നിർമ്മാതാവ് ഗാന്ധിമതി ബാലനെ അനുസ്മരിച്ച തലസ്ഥാന നഗരി അനുസ്മരണ സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സിനിമാ വ്യവസായത്തെ ലാഭകേന്ദ്രമായി കാണാത്ത മനുഷ്യനാണ് ഗാന്ധിമതി ബാലനെന്ന് മന്ത്രി അനുസ്മരിച്ചു. മലയാളിക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത ജയകൃഷ്ണനെയും ക്ലാരയെയും സമ്മാനിച്ച കലാകാരൻ, പഞ്ചവടിപ്പാലം എന്ന സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ നിർമ്മാതാവ്, സൗഹൃദമെന്ന വാക്കിനൊപ്പമല്ലാതെ മലയാള സിനിമയ്ക്ക് ഓർമ്മിക്കാൻ കഴിയാത്ത മനുഷ്യൻ. ഗാന്ധിമതി ബാലൻ നമ്മോടൊപ്പം ഇല്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല. അല്പസമയം കഴിഞ്ഞ സദസ്സിലൂടെ ഗാന്ധിമതി ബാലൻ തിരിച്ച് വീതിയിലേക്ക് വരും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ ഓരോ നിമിഷങ്ങളിലും നമുക്ക് ഓർക്കാൻ, ഓർമ്മിക്കാൻ, ആദരിക്കാൻ കഴിയുന്ന ഒരു വിശിഷ്ടമായ വ്യക്തിത്വം സിനിമാ ലോകത്ത് മാത്രമല്ല ജീവിത ധർമ്മനിർവഹണത്തിൻ്റെ ഒരു ഐതിഹാസികമായ യാത്രയും അനുകരിക്കാനും ഉൾക്കൊള്ളാനും ആസ്വദിക്കാനും കഴിയുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ അനുവചനീയമായ ഒരു ജന്മം. സൗഹൃദത്തിന്റെ തീഷ്ണത എണ്ണിപ്പറഞ്ഞ നടനും MLA-യുമായ M. മുകേഷ്. ബാലൻ ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ വെൽവിഷറാണ് അദ്ദേഹം. പാട്ട് പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാട്ട് പാടില്ല, പക്ഷെ പാട്ടുകാരുമായിട്ടൊക്കെ ഇത്രയും സ്നേഹബന്ധം പുലർത്തുന്ന ഒരു അഭിനേതാക്കൾ, പ്രൊഡ്യൂസേഴ്സ്, രാഷ്ട്രീയക്കാർ, എല്ലാ മേഖലകളിലും, കേരളത്തിൽ മാത്രമല്ല ആ കാലഘട്ടത്തിൽ ചെന്നൈയിലും, അന്ന് മദ്രാസാണ്, അപ്പൊ എല്ലാ സ്ഥലത്തും ഒരേപോലെ സിനിമയിൽ വരാൻ ആഗ്രഹിച്ച ആളല്ല അദ്ദേഹം. പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ബൈ ചാൻസിൽ സുഹൃത്ത്, സൗഹൃദം, അതിന്റെ കൂടത്തിലുള്ള ഒരു വാക്കുകളുണ്ട് സഹായം. സഹായിക്കാൻ വേണ്ടി അദ്ദേഹം പല സന്ദർഭങ്ങളിലും എടുത്ത് ചാടിയിട്ടുള്ളതാണ് സിനിമയിലേക്ക് വന്ന ഒരു ചാട്ടം. ആദ്യത്തെ സിനിമ ഇത്തിരി കാര്യം ഒത്തിരി നേരം, അത് ബാലചന്ദ്രമേനോന്റെ സിനിമ കുറച്ച് പൈസ കിട്ടിയും കൂടെ ചെയ്തപ്പോൾ അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായി. മുൻമന്ത്രിയും നിർമ്മാതാവുമായ ഷിബു ബേബി ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DGP പത്മകുമാർ, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ S. അയ്യർ തുടങ്ങി സിനിമ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.